ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വരുന്നവരല്ലേ പ്രധാനപ്പെട്ടവര്? ആണോ? അവരല്ലേ സഭയുടെ തൂണുകൾ അല്ലേ? ഈ തൂണെന്ന് പറഞ്ഞ എന്താ? ഇവിടെ തൂണില്ലേ? ആണ്ട് 2 തൂണ്, സൈഡിലെ തൂണൊക്കെ ഭീമ കൊടുത്ത് വാർത്ത എങ്ങനെയായിരിക്കും? ബിൽഡിങ്ങിന്റെ ഭാരം താങ്ങി നിർത്തുന്ന ആരാ? തൂണാണെന്നേ. സഭയിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വരുന്നവരാരാ? എന്താ പറയാൻ? തൂണുകളാണെന്നേ. 7000 പേരുണ്ട് പുതിയ നിയമത്തിൽ, തൂണാണോ? അല്ല. 5000 തൂണല്ല, 3000 തൂണല്ല, 120 തൂണല്ല, 70 പേര് തൂണല്ല, 12 തൂണല്ല. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ 3 തൂണേ ഉള്ളൂ. കണ്ടോ? സംഖ്യ ഇത്ര എന്നല്ലോ മനസ്സിലായി നിങ്ങൾക്ക്? ഞായറാഴ്ച നമ്മളെല്ലാം കളർഫുള്ളായിട്ട് കൂടുമെങ്കിൽ ഈ തൂണെന്ന് പറഞ്ഞാൽ താങ്ങി നിർത്തുന്നവരാണെന്നേ തൂണെന്ന് പറഞ്ഞാൽ. വെള്ളിയാഴ്ചക്ക് വരുന്ന ആരെങ്കിലും കമ്മിറ്റി കാണോ? മിക്കവാറും കാണാൻ സാധ്യതയില്ല. അവരെ കമ്മിറ്റിക്കാർക്കൊന്നും വേണ്ട. സഭക്കാർക്ക് അവരെ വേണോ? സഭക്കാർക്കും വേണ്ട. അല്ല, അവരുടെ കമ്മിറ്റിയിലേക്ക് എടുക്കത്തില്ല. കൺവെൻഷൻ കമ്മിറ്റിയിൽ അവരില്ല, ഫുൾപിറ്റിൽ അവരില്ല, കോയറിൽ അവരില്ല. വെള്ളിയാഴ്ച ശക്തമായി പ്രാർത്ഥിക്കുന്നവര് അവഗണിക്കപ്പെട്ടവരാ. അവർ പ്രാർത്ഥന മുടക്കത്തുമില്ല. 2 കൊച്ചു ഭാഷ അടുത്ത വെള്ളിയാഴ്ച അവധിയായിരിക്കും, ഞങ്ങൾ 2 നാട്ടിൽ പോവുകയാണ്, അടുത്ത വെള്ളിയാഴ്ച പ്രാർത്ഥന ഇല്ല എന്ന് പറഞ്ഞാലും വെള്ളിയാഴ്ച 2-3 വരും. എന്ത് പറ്റി? കൊച്ചു ഭാഷമാർ ഇല്ലേ? ഞങ്ങൾ ശ്രദ്ധിച്ചില്ലായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കാറില്ലല്ലോ. അനൗൺസ്മെന്റ് ശ്രദ്ധിക്കാറുണ്ടോ? അടുത്ത വ്യാഴാഴ്ച കുഞ്ഞപ്പിച്ചേന്റെ വീട്ടിൽ വെച്ച യോഗം ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത വ്യാഴാഴ്ച. ബുധനാഴ്ച കൂടെ വരും. പക്ഷേ നാളെ എവിടാ കുടുംബയോഗം എന്നാ പറഞ്ഞേ? അപ്പൊ എന്തോ ശ്രദ്ധിച്ചിട്ടില്ല തന്നെ കാര്യം. സ്തോത്രം. ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വരുന്നവരാരാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഞാൻ ഞായറാഴ്ച വരുന്നവരെ മോശക്കാരായിട്ടൊന്നും കാണുന്നില്ല. ഞാൻ 25 കൊല്ലത്തെ പാസ്റ്റായിരുന്നു അനുഭവിച്ചൊരു കാര്യം പറയാം. എൻ്റെ ഭാര്യ ഒരു പ്രാർത്ഥനക്കാരിയാണ്. TPM ഞാൻ കല്യാണം കഴിച്ചു. എൻ്റെ വീട്ടിലെ പ്രാർത്ഥന മുറിയിൽ അവളുണ്ടാവും എപ്പോഴും. എൻ്റെ ധൈര്യം ഉറപ്പൊക്കെ. ഈ ഞായറാഴ്ച വരുന്നവർക്ക് ദാണ്ട് അവിടെ കുറച്ച് ടൈലൊക്കെ ഇട്ടാൽ നല്ലതാണ്. നമ്മുടെ ബാക്കി കാശിനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ, AC ഒക്കെ വെച്ചാൽ, ചാക്കോട്ടയുടെ മുതലൊക്കെ അതിനൊക്കെ നമ്മൾ കരുത്തുറ്റ കമ്മിറ്റിയും കാശൊക്കെ വേണമെന്നേ. ഒരു കാര്യം പറഞ്ഞോളാം. സഭയിൽ വരുന്ന കൗസല്യയുടെ BCom സെക്കൻഡ് ഇയർ പഠിക്കുന്ന മകന് കഴിഞ്ഞ ആഴ്ച ഫീസ് അടച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വരുന്നവർക്ക് അറിയത്തുള്ളൂ. അത് മനസ്സിലായോ? അറിയാം. പാസ്റ്ററിന്റെ കുഞ്ഞിന്റെ ഏതെങ്കിലും ഒരു കാര്യം കിള്ളി ചോദിച്ചാൽ അറിയാവുന്ന വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വരുന്നവർക്ക് അറിയത്തുള്ളെന്ന്. അതുകൊണ്ട് ഞാൻ നെഞ്ചിൽ കൈവച്ച് പറയുന്നു, ദൈവസഭയുടെ സ്ഥാവരമായ നിലനിൽപ്പിനാധാരം നമ്മുടെ കരുത്തുറ്റ കമ്മിറ്റിയും ബാങ്കിൽ മിച്ചം കിടക്കണമെങ്കിലും അതുകൊണ്ട് ഉയർത്താൻ പറ്റുന്നത് ബിൽഡിങ്ങുകളും കണ്ണിൽ കാണുന്ന പലതുമാണ്. ഈ ദൈവസഭയുടെ മുച്ചൂട് മുടിച്ചു കളയുവാൻ ഈശാനമൂലം കാറ്റ്, അടിത്തറയിളക്കുന്ന കാറ്റ് വരുമ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ കമ്മിറ്റിക്ക് പറ്റത്തില്ല, പണത്തിന് പറ്റത്തില്ലെന്ന് ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്ന ലോകം വിലയിടാത്ത നിങ്ങളെയാണ് ദൈവസഭയുടെ സ്ഥാപനമായ ഉറപ്പിനുവേണ്ടി നിയമിച്ചാക്കി. അതുകൊണ്ട് ഒരു കമ്മിറ്റിക്കാരും കണ്ടില്ലെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ടില്ലെങ്കിലും ഒരു സ്റ്റേജ് കിട്ടിയില്ലെങ്കിലും ഈ ദൈവസഭയ്ക്ക് വേണ്ടി മരണം വരെ പ്രാർത്ഥിക്കാൻ നിയോഗിക്കപ്പെട്ടവരെ ആ കരമൊന്ന് ചേർത്തടിച്ച് ഇന്ന് പകൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിക്കണം. ഞാൻ ചാലക്കുടി അസംബ്ലീസ് സഭയിലാണ് കൂടുന്നത്. പാസ്റ്റർ വഴക്ക് പറഞ്ഞാലും എന്നാ പറഞ്ഞാലും എൻ്റെ ഭാര്യ അടക്കം കുറച്ച് സഹോദരിമാരുണ്ട് ആ സഭയിൽ പ്രാർത്ഥിക്കാൻ കേട്ടോ. അവരോടൊക്കെ എന്ത് ചീത്ത പറഞ്ഞാലും അവര് പ്രാർത്ഥനയ്ക്ക് വരും. ഞായറാഴ്ച വരുന്നവരോടൊക്കെ ഒന്ന് മുഖം കറുപ്പിച്ച് പറഞ്ഞു നോക്കിക്കേ. അതുകൊണ്ട് ഒരു സഭയിൽ നിങ്ങൾ കൂടുമ്പോൾ നിങ്ങളെ ആര് പരിഗണിച്ചു എന്നല്ല മനസ്സിലാക്കേണ്ടത്, ഈ സഭയിൽ പ്രാർത്ഥിക്കാൻ ചിലരെ ദൈവം നിയോഗിച്ചാക്കിയിരിക്കുന്നു. അവരത് മുടക്കരുത് കേട്ടോ.
ഒരാളും നിങ്ങളെ കണ്ടില്ലെന്ന് വരും. 10 പേര് കൂടുന്നിടത്ത് നിങ്ങളുടെ പേരുകൾ അവരെ പരാമർശിച്ചില്ലെന്ന് വരും. ഇവിടുത്തെ 10,000 പ്രോഗ്രാം നടന്നാലും നോട്ടീസിൽ ഒരിക്കൽ പോലും നിങ്ങളുടെ പേര് വരികയില്ല. എന്നാൽ ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം നിയോഗിച്ച അപ്പോയിന്റ്മെന്റുള്ള ആളുകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമുക്ക് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് വരാം. നമ്മുടെ പ്രാർത്ഥന മോഡലെല്ലാം ആരാ മക്കളെ? യേശു. യേശു യേശു പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. യേശുവിന്റെ പ്രാർത്ഥനയിലേക്ക് വരാം നമുക്ക്. ഞാൻ സമയം നോക്കിയില്ല. അവിടെ 12:45 യേശു 33.5 വർഷം ജീവിച്ചു എന്നാണ് കണക്ക്. ഇപ്പൊ തർക്കമൊക്കെ ഉണ്ട്, നമുക്ക് അത് പിടിക്കാം. 12ഉം 18 3.5 3.5 വർഷം യേശു ചെയ്ത ശുശ്രൂഷകൾ ഏകദേശം 35ആണ്. 39 ഉണ്ടെന്ന് പറയുന്നവരുണ്ട്, 35. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വന്നോട്ടെ, കുഴപ്പമില്ല. 6 സ്ഥലങ്ങളിലായിട്ടാണ് കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തത്. വീട്ടിൽ, ശവക്കോട്ടയിൽ. ആദ്യം വീട്, അവസാനം ശവക്കോട്ട. ഇടയ്ക്കുള്ള 4 സ്ഥലങ്ങൾ പള്ളി, കടൽ, കര, വഴി. ഈ 6 സ്ഥലങ്ങളുമായിട്ടാണ് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നത്. വീട്ടിൽ ജനിക്കുന്നു, ശവക്കോട്ടയിൽ മരിച്ചടക്കപ്പെടുന്നു. പള്ളി, വഴി, കടൽ, കര, ഈ സ്ഥലങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ 6 സ്ഥലങ്ങളിലും യേശു അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും അത്ഭുതങ്ങൾ ചെയ്യുവാൻ കർത്താവ് ശക്തനാണെന്നാണ്. കർത്താവ് ചെയ്ത ഈ 10-35 ശുശ്രൂഷകളെ 5ആയിട്ട് തിരിക്കാം. പഠിക്കുവാൻ ഉള്ള സൗകര്യത്തിന് 5ആയിട്ട് തിരിക്കാം. 35 പഠിക്കണ്ട. യേശു ചെയ്ത 5 വിധ ശുശ്രൂഷകൾ. 1, യേശു പ്രസംഗിച്ചു. യേശു എന്തോ ചെയ്തു? പ്രസംഗിച്ചു. 2, യേശു പ്രവചിച്ചു. എഴുതുന്നവർക്ക് വേണ്ടിയാണ് സ്ലോവിൽ പറയുന്നത്. എനിക്ക് ഇച്ചിരി വെള്ളം കുടിക്കാലോ. എഴുതാത്തവര് മണ്ടന്മാരൊന്നുമല്ല. അവർക്ക് ഈ 1.5 മണിക്കൂർ പ്രസംഗം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഉള്ളവരാ. നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കും. 3-ാമത്തേത് യേശു ഉപദേശിച്ചു. യേശുവിന്റെ ശുശ്രൂഷകൾ പഠിക്കുക, ഉപദേശിച്ചു. 4-ാമത്തേത് യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. 5-ാമത് യേശു ഉപവസിച്ച് പ്രാർത്ഥിച്ചു. എത്ര ശുശ്രൂഷയായി? 5ആയില്ലയോ? 1-ാമത് എന്താ? യേശു പ്രസംഗിച്ചു. 2-ാമത് പ്രവചിച്ചു. 3-ാമത് ഉപദേശിച്ചു. 4-ാമത് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. 5-ാമത് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഇനി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഈ 5 വിധമായ ശുശ്രൂഷകൾ എന്തിനാ കർത്താവ് പുറത്തെടുത്തെന്നറിയാമോ? സ്വർഗത്തിൽ നിന്ന് വന്നു, ഭൂമിയിലിരിക്കുന്ന മനുഷ്യനെ എവിടെ കൊണ്ടുപോകണം? സ്വർഗത്തിൽ കൊണ്ടുപോകണം. അതിന് എത്ര ശുശ്രൂഷകൾ പുറത്തെടുത്തു? 5 എണ്ണം. നമ്മളും ശ്രദ്ധിക്കുക, മനുഷ്യന്റെ സ്വർഗത്തിൽ പോകാൻ കർത്താവ് കാണിച്ചു തന്ന ശുശ്രൂഷകളൊക്കെ മതിയാകും. സ്തോത്രം. അതിനെ മറികടന്ന് ഇപ്പോൾ കിട്ടിയത് എന്ന് വാർത്ത വായിക്കുന്ന പോലെ പുതിയ സംഭവ പരമ്പരകളൊക്കെ ആത്മീക വേദികളിൽ അരങ്ങേറുമ്പോൾ എല്ലാത്തിനും ആമേൻ പറയാൻ നിൽക്കരുത്. എത്ര മഹാൻ പറഞ്ഞാലും വചനത്തിലുണ്ടോ എന്ന് നോക്കാനുള്ള ഉത്തരവാദിത്വം സഭയ്ക്കുണ്ട്. ഏത് അബദ്ധവും പറയുന്ന സാധാരണക്കാരല്ല, വമ്പന്മാരാ. കാരണം അവര് പറഞ്ഞാലേ ആളുകൾ എന്ത് ചെയ്യുള്ളൂ? വിശ്വസിക്കത്തുള്ളൂ. അതുകൊണ്ടാ. അപ്പൊ ഈ 5 ശുശ്രൂഷകൾ മതിയാവും ഇല്ലേ സ്വർഗത്തിൽ പോവാൻ? അപ്പൊ കർത്താവ് പോലും ചെയ്യാത്തൊക്കെ ചെയ്യുമ്പം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. അങ്ങനെക്കാൾ വലിയവനായിട്ട് നമ്മൾ ആരെയും കാണാനും ഒന്നുമില്ല. ഈ 5 ശുശ്രൂഷകളിൽ ഞാൻ മറ്റൊരു ദൂത് പറയാം, ശ്രദ്ധിച്ച. ഈ 5 ശുശ്രൂഷകളിൽ ഒരെണ്ണമെങ്കിലും തരാതെ ഒരാളെ ദൈവം രക്ഷയുടെ മാർഗത്തിലേക്ക് വിളിക്കുകയില്ല. എന്നെ മനോഹരമായ പദമാ. കാരണം ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും
ഈ 5-ൽ ഏതെങ്കിലും ഒരു ശുശ്രൂഷയുണ്ട്. ഇനി ഒരു സ്വത്രം പറഞ്ഞു നോക്കി. എന്ന് പറഞ്ഞാൽ ഒന്നും കൊടുക്കാതെ ഒരാളെയും ദൈവം, നമ്മൾ പിന്നെ പുഴുവാണ് ചാക്കാന്നൊക്കെ പറയുമെങ്കിലും ഇതൊക്കെ നിസ്സാരപ്പെട്ട കാര്യമാണോ? ഒരു പുഴു ഒറ്റ കുത്ത് ആവണക്കുടങ്ങി ഇത്രയും നൂറ്റാണ്ടായിട്ടും ആ പുഴുവിനെ നമ്മൾ പ്രസംഗിക്കുക നിസ്സാര കാര്യമാണ്. ഒരു കാക്ക 3 നേരം ചാപ്പാട് എത്ര കൊല്ലമായി പ്രസംഗിക്കുന്നു. ഒരു പ്രാവ്, ഒരു പച്ച ഒലിവേല എത്രായിരം കൊല്ലമായി പ്രസംഗിക്കുന്നു. ഒരു ചതുർദ്രഹ്മ, ഒരു മത്സ്യം എത്ര നാളായി പറയുന്നു. ഒരു കഴുത യെരുശലേമിലേക്ക് എത്ര നാളായി പ്രസംഗിക്കുന്നു. ഈ ജീവികളൊക്കെ ഒറ്റ കാര്യമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ അവരില്ല. അവർക്കൊന്നും 10-50-100 കൊല്ലവും ജീവിക്കാനുള്ള അവകാശവുമില്ല. ഉദിച്ചുയർന്ന സൂര്യൻ കത്തി അമരുമ്പോൾ പുഴു ചത്തുപോകും. നമ്മൾ 70-80-100 കൊല്ലം ജീവിച്ചിട്ടും 6 മാസം പോലും നമ്മളെക്കുറിച്ച് പ്രസംഗിക്കാനുള്ള ഒന്നും ശേഷിപ്പിക്കാതെയാ നമ്മൾ പോകുന്നത് അല്ലേ? നോക്കിക്കേ, ചെറിയ ജീവിയെ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ദൈവത്തിന്റെ പദ്ധതി ഓർത്തേ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ഈ 5-ൽ ഒന്നെങ്കിലും തരാതെ ദൈവം നമ്മളെ വിളിച്ചിട്ടില്ല. ഇനി അടുത്ത കാര്യം, ഈ 5-ൽ ഏതാ നമുക്കുള്ളത് അതറിയണ്ടേ? ഞാനിങ്ങനെ ഓരോരുത്തരോടും ചോദിക്കുന്നൊന്നുമില്ല, കോമൺ ആയിട്ട് ചോദിക്കാം. പ്രസംഗം, ആ ഒരു കൃപ ദൈവം തന്നിട്ടുള്ള എത്ര പേരുണ്ട്? ആരുമില്ലേ? നന്നായി, അതുകൊണ്ട് എനിക്ക് ഒന്ന് പ്രസംഗിക്കാമല്ലോ. ആർക്കും പ്രസംഗത്തിന്റെ വരമില്ലാത്തതുകൊണ്ട് നമുക്ക് കഞ്ഞി കുടിച്ചു പോവാം. പ്രവചനം ഈ പരസ്യമായിട്ട് കൈവക്കാൻ പറഞ്ഞാൽ ആരും പൊക്കുകയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൈയൊന്നും പൊക്കണ്ട, ഒരു ചുമ്മാ ഇരുന്ന. അത് ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് കാണും. ഉപദേശങ്ങൾ ഇഷ്ടമുള്ളവരാരെങ്കിലും ഉണ്ടോ? വളരെ കുറവാണ്. കാരണം ബൈബിൾ ക്ലാസ് വെച്ചാൽ ആരും വരാനുണ്ടോ? അച്ഛാ, പ്രവാചകൻ വരികയാണെങ്കിലോ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ നാളെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാലോ എന്നാ തിരക്കായിരിക്കും അല്ലേ? പാർക്കിന് പോലീസുകാരെ നിർത്തേണ്ടി വരും. ഉപദേശം, ഡെലിവറൻസ്, അത്ഭുതങ്ങളും അടയാളങ്ങളും ആവശ്യമുള്ളവർ അത് കാണും. ഉപവാസവും പ്രാർത്ഥനയും ഇഷ്ടപ്പെടുന്നവർ, അതാണ് ഏറ്റവും വലുത് കരുതുന്നവരാരെങ്കിലും ഉണ്ടോ? അതും കാണും. നമുക്ക് മുന്നോട്ട് പോകണം. പ്രസംഗം, യേശുവിന്റെ പ്രസംഗം കേട്ടപ്പോൾ അവർ പറഞ്ഞു, ലാവണ്യ വാക്കുകൾ കേട്ടപ്പോൾ ആശ്ചര്യപ്പെട്ടു, അവനെ പുകഴ്ത്തി. അത്ര ഗംഭീരമായിരുന്നു പ്രസംഗം. യേശുവിന്റെ പ്രവചനം, കണ്ണാൽ കണ്ടു അത്തി ഉണങ്ങി. കണ്ടതാ. യേശുവിന്റെ ഉപദേശത്തിൽ അവർ വിസ്മയിച്ചു എന്നാ. മനോഹരമായ ഉപദേശം പറയുമായിരുന്നു. ഞാൻ ഓരോന്നും പറയാറുണ്ട്, വേലക്കാടെ വീട്ടിൽ പറയും, ഇവിടെ അതിന്റെ ആവശ്യമില്ല. യേശുവിന്റെ അത്ഭുതങ്ങൾ ഇഷ്ടം പോലെ. കണ്ടാൽ അത്ഭുതം, തൊട്ടാൽ അത്ഭുതം, മണത്താൽ അത്ഭുതം, അല്ലേ? മൊത്തം അത്ഭുതം. യേശുവിന്റെ ഉപവാസം പ്രാർത്ഥനയും. നിങ്ങൾക്കതിൽ ഏത് ശുശ്രൂഷ കർത്താവ് തന്നിരിക്കുന്ന അറിയാമോ? അറിയില്ലെങ്കിൽ നിങ്ങൾ കോപ്പിയടിക്കും, മറ്റുള്ളവരെ അനുകരിക്കും. നമ്മുടെ ഭാഷ പ്രസംഗികളുടെ പ്രഭു എന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത്. നിങ്ങളുടെ ഇവിടുത്തെ ഭാഷ. ഞങ്ങളുടെ പ്രസംഗരുടെ ഇടയിൽ അദ്ദേഹത്തിന്റെ പേരെന്തുവാ? CS പ്രജനാണ്. കേരളത്തിന്റെ CS പ്രജൻ, പ്രസംഗികളുടെ പ്രഭു എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പ്രസംഗിക്കുന്ന പോലെ ഞാൻ നടന്നാൻ പറ്റുമോ? ദൈവത്തിന് അങ്ങനെ ഒരാളെ ഉള്ളൂ മക്കൾ. കുറച്ചൊക്കെ കണ്ടുകെട്ട് പഠിക്കാമെന്നുള്ളതേ ഉള്ളൂ. 100-800 കോടി ആളുകൾ ലോകത്തിലുണ്ട്. കോമ്പസ് നടക്കൂത്തിട്ട് വൃത്തം വരയ്ക്കുന്ന ഈ വൃത്തത്തിനകത്ത് ഇന്നും ജനിക്കുന്ന കണ്ണിന്റെ ടെസ്റ്റ് നടത്തുമ്പോൾ എല്ലാം വെറൈറ്റി കണ്ണാണ്. നമ്മുടെ ത്വക്ക് പോലും വ്യത്യാസമുണ്ട്, ഫിംഗർ പ്രിന്റ് വ്യത്യാസമുണ്ട്, DNA വ്യത്യാസമുണ്ട്, മണം പോലും വ്യത്യാസമുണ്ട്, ഇല്ലേ? ഇന്നും ജനിക്കുന്ന ഒരു കുഞ്ഞിന് ഇന്ന് വരെ ഇല്ലാത്ത ഒരാളുടെ മണവും ഫിംഗർ പ്രിന്റും ഐ കോണ്ടസ്റ്റ് ഇതെല്ലാം കൊടുക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഒരാൾക്കും ചെയ്യാൻ പറ്റാത്തൊരു ശുശ്രൂഷ, വേറെ ഒരാൾ ചെയ്യുന്നതിനെ കോപ്പി അടിക്കാതെ നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന് അതൊക്കെ വിശ്വസിക്കണോ?
ദൈവം എനിക്ക് എന്ത് ശുശ്രൂഷ തന്നേരും നമ്മൾ തിരിച്ചറിയണ്ടേ? അതാണ് പ്രശ്നം. തിരിച്ചറിയാൻ മേലെ അതായി ഓരോരുത്തരുടെ പുറകെ നടക്കുന്നത്. നിങ്ങളൊക്കെ മിക്കവാറും പേര് കല്യാണം കഴിച്ചവരല്ലയോ? അല്ലേ? അല്ലേ? ഇരിപ്പ് കണ്ടിട്ട് കഴിച്ചത് അബദ്ധമായി പോകുന്ന പറഞ്ഞു ഇവരല്ലേ? ഇവരോടാ ചോദ്യം, അതാണ് അങ്ങോട്ട് നോക്കാത്തത്. കല്യാണം കഴിഞ്ഞ് ചെന്നപ്പം ഓർക്കുന്നുണ്ടോ ആ നല്ല നാളുകൾ? ഓർക്കുന്നുണ്ടോ? മുമ്പിലേക്ക് ഓർക്കുന്നുണ്ടോ? അതൊന്നും ഓർപ്പിക്കല്ലേ കർത്താവേ, നല്ല നാളിൽ ഓർക്കുന്നില്ലേ? എന്തോ പേര്, എന്തേലും ആട്ടെ. കല്യാണം കഴിച്ച് വീട്ടിൽ ചെന്നപ്പോ അച്ചായൻ കാണും, അച്ചായനോ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. അച്ചായന് ഈ മധുരമുള്ള എരിശ്ശേരിക്കറിയാണോ പുളിയുള്ള കുമ്പളങ്ങക്കറിയാണോ എന്ന് തിരിച്ചറിയാൻ എത്ര നാൾ വേണം? ഒരു പുതിയതായിട്ടൊരു വീട്ടിലോട്ട് ചെന്നു, എത്ര നാൾ വേണം ഏകദേശം? ഇനി മൊത്തം പറ, നിങ്ങൾ കല്യാണം കഴിച്ചവര് പറ. 6 മാസം വേണോ, 1 കൊല്ലം വേണോ, 1 ദിവസം വേണോ, ഒരാഴ്ച വേണോ, എത്ര നാൾ വേണം? ചുമ്മാ അതാണോ ഇവർ ഈ വീട്ടിൽ കലമുണ്ട്? ഇതുവരെ അറിയാമല്ലോ ഒരെണ്ണത്തിന്. എത്ര? അയ്യോ, ഒരു മാല ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ആന്റെ കഴുത്തയിലിട്ട് സ്വീകരിച്ച് ഇവിടെ അങ്ങ് അംഗീകരിച്ച് അഭിനന്ദിച്ച് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. ഒറ്റ ദിവസം കൊണ്ട് ആന്റി അറിഞ്ഞെന്ന്. അതാണ് സാമർത്ഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? ആ അച്ചായന് കിട്ടിപ്പോയി. ഉണ്ടോ? 25 കൊല്ലമായിട്ടും ചില പെണ്ണുങ്ങൾക്ക് ഇതുവരെ അറിയാമല്ലോ ഇയാൾക്ക് മധുരമാണോ പുളിയാണോ ഇഷ്ടമെന്ന്. ഒരു മത്തങ്ങ മുറിച്ചു, അയാൾക്ക് മത്തങ്ങക്കറി ഇഷ്ടമല്ല, പിന്നെയും മത്തങ്ങ. പിന്നെ എന്നാ കാര്യം? അത് മുറിച്ചത് ചീത്തയായി പോകാതിരിക്കും, ഒരാഴ്ച മത്തങ്ങ കറി. ചുമ്മാ അതാണോ? പിന്നീട് ഈ മത്തങ്ങ പറമ്പിലുണ്ടാകുന്നതിന് പകരം ചെറിയ മത്തങ്ങ പുറത്തുണ്ടാകുന്നതിന്റെ കാര്യം വല്ലതും മനസ്സിലായോ നിങ്ങൾക്ക്? അതിന്റെ അർത്ഥം വല്ലതും മനസ്സിലായോ? നമ്മുടെ ആത്മീക മണവാളൻ ആരാ മക്കളെ? യേശു ക്രിസ്തു. ഇപ്പൊ നമ്മൾ ആരാ? മണവാട്ടി. കർത്താവിന്റെ മണവാട്ടിയായി മാറിക്കഴിഞ്ഞാൽ മണവാളന്റെ ഇഷ്ടം എന്താണെന്നറിയാൻ ആന്റി ഒരു ദിവസം വിട്, ആ മാല കഴുത്തേറ്റ് വീട്ടിൽ പൊക്കും വിശ്വാസത്താൽ. 6 മാസം കൊണ്ട് അറിയണ്ടേ? 1 കൊല്ലം കൊണ്ട് അറിയണ്ടേ? ഒരു 5 കൊല്ലം കൊണ്ട് അറിയണ്ടേ? ചില വയസ്സായവർ പ്രാർത്ഥിക്കുന്ന പോലെ എൻ്റെ അമ്മ ചിലപ്പോൾ പ്രാർത്ഥിക്കും, കർത്താവേ നീ എന്നെ കുറിച്ച് എന്താഗ്രഹിക്കുന്നുവോ അതുപോലെ ഞാൻ ആയിത്തീരുവാൻ നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാ രസമാ. ഞാൻ അമ്മയെ പേരാ വിളിക്കുന്നത് കേട്ടോ. ഞങ്ങൾ അപ്പൻ ഭരിച്ചതിന് ശേഷം ഞങ്ങളുടെ ധാരണയിൽ ശോശാമെന്ന് പറയും. ഇഷ്ടക്കുറവൊന്നുമില്ല, സ്നേഹം കൊണ്ട് വിളിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ നാളെ പോയി വീട്ടിൽ വിളിച്ച് ഒലക്കാൻ കൊണ്ട് അടിമടിക്കരുത്. ഞാൻ പറഞ്ഞു ശോശാമെങ്ങ വാ, എന്തോ ഭയങ്കര രസമോ ഭയങ്കര തൻ്റെടോ. 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, പക്ഷെ 4 പഞ്ചായത്ത് ഭരിക്കാനുള്ള നാക്കുണ്ട്. ഞാൻ പറഞ്ഞു ശോശാമ്മ എന്തുവാ സാക്ഷ്യം പറഞ്ഞു? നീ കേട്ടില്ലേ? അല്ല എന്തുവാ പറഞ്ഞ? നീ പറ. ഇനിയുള്ള കാല കർത്താവ് എന്നെ കുറിച്ച് എന്താഗ്രഹിക്കുന്നുവോ അതുപോലെ ഞാൻ ആയിത്തീരുവാൻ നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി. ഞാൻ പറഞ്ഞു എന്റെ ശോശാമ്മ 80 വയസ്സ് ശോശാമ്മ ഇനി എന്തായി തീരാൻ? കർത്താവിനെ കുറിച്ച് എന്താകാൻ? നേരെ അങ്ങോട്ട് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആകേണ്ട കാലത്തിലല്ല വല്ലോ ആകേണ്ടത്. 80 വയസ്സായിട്ട് കർത്താവിനെ കുറിച്ച് എന്താഗ്രഹിക്കാൻ? നിങ്ങൾക്ക് നേരത്തെ ഒരു സ്വപ്നം വേണ്ടേ? ഞാൻ അടുത്ത വന്നു കേട്ടോ. അതുപോലെ ഞാൻ ആയിത്തീരാൻ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി. ശോശാമ്മയോ ഞാൻ പ്രാർത്ഥിക്കുകയില്ല, നിങ്ങളെല്ലാം കൂടെ പ്രാർത്ഥിച്ചു തന്നെ ഒരു കരയില്. ചയമാരെ ആന്റിമാരെ, കർത്താവിന്റെ മണവാട്ടികളാണ് നമ്മൾ. ദൈവത്തിന്റെ പദ്ധതി എന്താണെന്നും എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്നും 6 മാസം കൊണ്ടും 1 കൊല്ലം കൊണ്ടും തിരിച്ചറിഞ്ഞാൽ ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി ആ പദ്ധതികൾക്ക് വേണ്ടി ജീവിച്ചാൽ ഒരു 10, 40, 50 വയസ്സാകുമ്പോൾ നമുക്ക് കരക്കെത്താമെന്നേ. സ്തോത്രം. എന്നെ മുന്നറിഞ്ഞ ദൈവമേ, എന്നെ സ്നേഹാൽ വിളിച്ച പ്രിയനേ, എന്നെ മുന്നറിഞ്ഞ ദൈവമേ, എന്നെ സ്നേഹാൽ വിളിച്ച പ്രിയനേ, നീതീകരിച്ചെന്നെ തേജസ്കരിച്ചതാൽ നിനക്കു മഹത്വം എന്നുമേ. നീതീകരിച്ചെന്നെ തേജസ്കരിച്ചതാൽ
നിനക്കു മഹത്വം എന്നുമേ. പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ നമ്മെ വിളിക്കുകയും കാലത്തിന്റെ തികവെങ്കിൽ കാലവറിയോട് ബന്ധിക്കുകയും ചെയ്ത് നിത്യതയുടെ നിർണയത്തിലേക്ക് പോകുമ്പോൾ കൃപാവരങ്ങൾ തന്ന് നമ്മെ നിഷ്കളങ്കതയോടെ കൊണ്ടു നടക്കുന്ന ദൈവത്തിന്റെ വലിയ കൃപകളോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. 5 ശിഷ്യர்கள் ഏതാ വലുതെന്നറിയാമോ? ഏതാ വലുതെന്നറിയാമോ? ശിഷ്യന്മാർ ഇതെല്ലാം കണ്ടു വെച്ചാ യേശു പ്രസംഗിക്കുന്നത് കണ്ടു, പ്രവചനം കണ്ടു, എല്ലാം കണ്ടില്ലേ? യേശുവിന്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചോ, ആ പ്രസംഗത്തിന്റെ കോപ്പി ഒന്ന് വരാമോ എന്ന് ചോദിച്ചോ? ഇല്ല. യേശുവിന്റെ പ്രവചനം കണ്ടപ്പോൾ ഞങ്ങൾ ഇന്ന് പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചോ? ഇല്ല. ഒക്കെ ചോദിച്ചവരുണ്ട്. അകബോസും അതിനൊക്കെ ചോദിച്ചിട്ടില്ലേ? ഈ പ്രവചനവും മാജിക്കൊക്കെ തന്നെ പറഞ്ഞവരില്ലേ അപ്പോസ്തലന്മാരിൽ? ഉണ്ട്. യേശുവിന്റെ ഉപദേശം കണ്ടപ്പം ഞങ്ങളെ ബൈബിൾ കോളേജിൽ വിടാമോ, BTH BD എടുപ്പിക്കാമോ എന്ന് ചോദിച്ചോ? BD ഇല്ലേലും വേണ്ട മക്കളെ, തീപ്പെട്ടി മദീനെ കയ്യിൽ. BDയും വേണം ആവശ്യത്തിന്. ഏത് BDയാ? BTH BD അടയിരിക്കുന്നൊക്കെ അതാ. ഇതും കൊണ്ടാണ് കുറച്ചാലും കൂടെ കത്തണ്ടായോ? അതാ പറഞ്ഞു. സ്വത്രം. ഇതിന്റെ അത്ഭുതങ്ങളും അടയാളം ഞങ്ങൾക്ക് തരണം അവർ പറഞ്ഞോ? ഇല്ലെന്നേ. എന്തോ ചോദിച്ചു പറ? എന്തുകൊണ്ട് പ്രാർത്ഥന ചോദിച്ചു? ഉത്തരം 3000 പേരും 4000 പേരും 5000 പേരേക്ക് നടന്ന മൈക്ക് സെറ്റ് പോലും ഇല്ലാതെ, കീബോർഡ് ഇല്ലാതെ, വായിക്കാൻ ആളില്ലാതെ, ആമേൻ പറയാൻ ആളില്ലാതെ തുടങ്ങിയ പ്രസംഗം 3 ദിവസം കഴിഞ്ഞ് നിന്നപ്പോഴും പിരിഞ്ഞു പോകാൻ മനസ്സില്ലാത്ത ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഇത് എവിടുന്ന് കിട്ടിയെന്ന് അവർ അന്വേഷിച്ചു. സ്ഥലം കണ്ടുപിടിച്ചു. പാതിരാത്രിയിൽ മുഴങ്കാൽ മടക്കിയ കല്ലേറ് ദൂരത്തോളം ചെന്നത് കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നത് അവർ കണ്ടു. അവർ പറഞ്ഞു, കർത്താവേ, നീ ഇടയ്ക്കിടയ്ക്ക് പറയല്ലോ ഇടയനും വെട്ടേൽക്കും ആടുകൾ ചിതറും. ഈ ചിതറിയ ആടുകളെ നീ പോയിക്കഴിഞ്ഞ് ഞങ്ങൾ കൂട്ടി പിടിച്ച് നിലനിർത്താൻ ഞങ്ങൾക്കൊന്ന് പറയണമെങ്കിൽ നീ എവിടെ നിന്ന് പ്രാപിച്ചുവോ അവിടെ നിന്ന് പ്രാപിക്കുവാൻ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം എന്നവർ കർത്താവിനോട് പറഞ്ഞു. കർത്താവിന് ഇഷ്ടപ്പെട്ടു. കാരണം അവർ ശരിയായ റൂട്ടില്ല. കർത്താവിൽ നിന്നാ പ്രാപിക്കേണ്ടത്. കർത്താവിന്റെ പ്രാർത്ഥന പഠിപ്പിക്കുക കേട്ടോ. ആ പഠിപ്പിക്കുന്ന രംഗമാണ് മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ വാക്യം മുതൽ. അതിൽ എല്ലാം പറയുന്നില്ല. നമുക്കിത് രാത്രി അങ്ങോട്ട് വരണം. രാത്രി നിങ്ങൾ വരുമോ? വരും. ഇങ്ങനെ തന്നെയല്ലേ? എന്നാ പിന്നെ രാത്രി ഇത്രയൊന്നും കട്ടിയാക്കിയല്ലോ, ലളിതമാക്കി തരാം. കുത്തിയൊന്നും പറഞ്ഞ അല്ലെങ്കിലും കുത്തു പറഞ്ഞു നമുക്ക് നേരത്തെ പറഞ്ഞു വെച്ചാൽ എത്തിച്ചു. അവിടെ ഞാനത് വിവരിക്കാം. നിങ്ങൾ ഈ വണ്ണം അല്ല, നിങ്ങൾ ശാസ്ത്രിമാരെ പോലെ അല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞൊരു ഭാഗം ഉണ്ടാവും. ഞാൻ പിന്നെ രാത്രി പറഞ്ഞോളാം. ഇപ്പോൾ ഒരു ഭാഗം നിർത്താൻ പോവുക. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പൻ സ്വർഗസ്വനായ ഞങ്ങളുടെ, ഇനി ബൈബിൾ അടച്ചു, സ്വർഗസ്വനായ ഞങ്ങളുടെ. അപ്പൊ പ്രാർത്ഥനയുടെ ആരംഭം മനസ്സിലായോ? സ്വർഗസ്വനായ ഞങ്ങളുടെ. ദൈവത്തെ എന്തോ വിളിക്കണം? പിതാവേ എന്ന് വിളിക്കുന്നൊരു ഭാഷയാണെന്നേ. നിങ്ങളൊക്കെ അങ്ങനെയാണോ വിളിക്കുന്നത്? അപ്പനെന്തോ വിളിക്കുന്നത്? ആൻറ്റി അപ്പച്ചൻ. ഞങ്ങളും അങ്ങനെ അപ്പച്ചൻ എന്നാണ്. അത് നമ്മുടെ വില്ലേജും പിതാവേ എന്നാണ് വിളിക്കുന്നത്. ഒന്നുമില്ല. അതിന്റെ അർത്ഥം വല്ലതും മനസ്സിലായോ? പിതാവ് എന്ന് പറഞ്ഞാൽ, പിതാവ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? സ്നേഹസ്മരണമായ പരിചരണം, നിസീമമായ സഹനശക്തി, ചിരകാല സാമീപ്യം. അങ്ങനെയൊക്കെയാണ് ആ പിതാവ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. ചിരകാല സാമീപ്യം, സ്നേഹസ്മരണമായ പരിചരണം, നിസീമമായ സഹനശക്തി. അല്ലറിയാമോ? പിള്ളേരെന്തോ വിളിക്കുന്ന അപ്പനെ? മുതൽപ്പെട്ടി, പവർ ബാങ്ക്, ATM കാർഡ്. ഞാനീ പറഞ്ഞ പേരും വല്ലതാണോ പറഞ്ഞത്? ചിരകാല സാമീപ്യം, സ്നേഹസ്മരണമായ പരിചരണം, നിസീമമായ, ഇങ്ങനെയൊക്കെ വല്ലതാണോ അപ്പനെ കാണുന്നേ? അല്ലെന്തേ? അപ്പ എന്തേ ഇവിടെ ഇല്ല? കാർഡ് എന്ത്? ATM കാർഡ് എന്തേ? അത് കൊണ്ടുപോയി. അങ്ങനെയോട് അത് കൊണ്ടുപോകാൻ ആര് പറഞ്ഞു? അപ്പൊ അവൻ എന്ത് മതി? ATM കാർഡ് മതി, അപ്പം വേണമെന്നില്ല. ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാൻ അവകാശം നൽകിയിട്ടുള്ള ഒരൊറ്റ പുസ്തകമേ ലോകത്തിലുള്ളൂ. അതാ നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ. നമ്മളെ ദൈവത്തെ എന്താ വിളിക്കുന്നറിയാമോ? അത് മാത്രം വിളിക്കുകയല്ല, ബാക്കിയെല്ലാം വിളിക്കും. ചില പ്രാസമാണ്. അയ്യോ, മുടിഞ്ഞ പ്രാസം.
നാളൊരു അച്ഛൻ വന്നിട്ട് ഒരു ഭാഷ, ഇപ്പോൾ ഇന്ന ഭാഷ അന്ന് ഭാഷ വന്നിട്ട് ആദ്യം ഞെട്ടിയ വാക്തത്വങ്ങളിൽ വിശ്വസ്തന് വാക്കുമാറാത്തവരുമായ വാഴ്ത്തപ്പെട്ട. അപ്പൊ അവിടെ നിന്ന് ആരണ്ട് പറഞ്ഞു വാവ്, കാരണം മൊത്തം വായാണല്ലോ. വാവ്, ആര് കാണാനാണ് ഈ പ്രാർത്ഥന? ആര് കേൾക്കാനാണ് ഈ പ്രാർത്ഥന? ഈ ഉച്ചത്തെ പ്രാർത്ഥനയും കഴിഞ്ഞ് ആ നെടുമ്പ്രം ചെന്ന്, നെടുമ്പ്രം അല്ലേ സിറ്റി, ക്രോസ് ചെയ്യുക റോഡിന്. അപ്പൊ ഇവിടത്തെ കാര്യമൊക്കെ ഇനി പെട്ടെന്ന് വൈകുന്നേരം വരണമല്ലോ ദൈവം തന്നെ ക്രോസ് ചെയ്യുമ്പം അതിലെ വന്ന വണ്ടി കണ്ടില്ല. വണ്ടി ചാവിട്ടി നിർത്തി ബ്രേക്ക് ചവിട്ടുന്ന ഒച്ച സിനിമ സ്റ്റൈലിൽ ഒച്ചയിട്ടു. ഇപ്പുറത്തെ ഒരു ബൈക്ക്, ഇവിടുത്തെ ഒരു ഓട്ടോറിക്ഷ, അവിടുത്തെ ഒരു വണ്ടി. ദൈവമേ, പെട്ടുപോയി നടുക്ക് നിങ്ങൾ. അപ്പൊ റോഡ് നടുക്ക്, അങ്ങോട്ടും പോകാൻ വയ്യ, ഇങ്ങോട്ടും നടുക്ക് നിൽക്കുമ്പം നിങ്ങൾ എങ്ങനെ ദൈവത്തെ വിളിക്കും? പറ. വിശ്വത്തിന് വാക്കുമാരാത്തതുമായ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട കടാഹം ഇങ്ങനെ പറഞ്ഞാണോ ദൈവത്തെ വിളിക്കുന്നത്? എന്തോ വിളിക്കും? എന്തോ വിളിക്കും? പറ. എന്റെ ദൈവമേ, ഒറ്റ വിളിയല്ലേ വിളിക്കുള്ളൂ. അങ്ങനെ വിളിച്ച ദൈവം കേൾക്കൂ? മക്കളെ, അങ്ങനെ വിളിച്ചാലേ കേൾക്കത്തുള്ളെന്ന്. അപ്പാന്ന് വിളിച്ചാലേ കേൾക്കത്തുള്ളെന്ന്. നമ്മൾ ഈ ആവശ്യമില്ലാത്ത ആർട്ടിഫിഷ്യലായ കുറച്ച് വാക്കുകളും കൊണ്ടുവന്ന ആളുകളെ അങ്ങനെ പ്രകമ്പനം കൊള്ളിച്ച് ആരെ കാണിക്കാനേ കാണിക്കുന്നത്? എന്റെ കാര്യം എന്നറിയാമോ? രഹസ്യമായ പ്രാർത്ഥന ഇല്ല. അതാ ഹൃദയം നിറഞ്ഞ കവിയെന്നല്ലേ വായി പുറത്തു വരുള്ളൂ. അപ്പാന്ന് വിളിച്ചാലല്ലേ അപ്പാന്ന് വിളിക്കാൻ തോന്നുള്ളൂ, അല്ലേ? ഞാനൊരു ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ പെരുമ്പാവൂർ, ഞങ്ങൾ കെ എൻ ജോസഫ് അച്ചാന്റെ പ്രസംഗം കേട്ട് വളർന്ന ആൾക്കാരാട്ടോ. എൻ്റെ ഉപദേശിയാണ് പാപ്പി ഉപദേശി കെ പി ജേക്കബ്, വലിയ പാസ്റ്റർ, മലയാറ്റൂർ ഇല്ലത്തോടെ ഞങ്ങൾ വേല ചെയ്യുന്ന ആള്. അപ്പൊ ഞങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലും. 10 കിലോമീറ്റർ നടന്നാ ചെല്ലുന്നേ. അവിടെ ചെല്ലുമ്പം ഇവളുടെ ഭാര്യയ്ക്ക് സുവിശേഷ വിലയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഞങ്ങൾ അക്കരയ്ക്ക് പോയാൽ ഈറത്തണ്ടൊക്കെ വെട്ടിക്കൊണ്ടുവന്ന നീരീശ്വര ബാമ്പു കോർപ്പറേഷനിൽ കൊടുത്ത് ആ പൈസ കിട്ടി റേഷൻ മേടിച്ചാണ് ഇങ്ങനെ സുവിശേഷ വില ചെയ്യുന്നത്. അപ്പൊ എന്നെ ഈ ചെറുപ്പക്കാരനെ ആർക്ക് വേണം? പുള്ളി പറഞ്ഞു ഞാൻ കൊണ്ടുപോകണം. അങ്ങനെ എന്നെ ലേലത്തിൽ പിടിച്ചോണ്ട് പോയതാവില്ലേ. അവരെ കോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അപ്പൊ വീട്ടിൽ ചെല്ലുമ്പം കുറച്ച് ചെറുകിഴങ്ങും ചേനയൊക്കെ തിന്ന് ഉള്ള സഞ്ചിയും തോണ്ടി നടക്കുക. അപ്പോഴാ ഇബ്രാലേഖനം വായിക്കുന്നത്. വായിക്കടാ, ദൈവം പണ്ട് ഭാഗമായി വിധവേ എന്തുവാടാ വായിച്ച് അക്ഷരം പോലും തെറ്റാൻ സമ്മതിക്കുക. ഞങ്ങളൊക്കെ ഈ ഉപദേശിമാരുടെ പുറകെയാണ് ഉപദേശിമാരെ പഠിച്ചറിയാം. അതിന്റെ ഗുണമേ ഉള്ളൂ. ഈ കിളിയായി നടന്ന ഡ്രൈവറായാൽ വണ്ടി വഴി കിടക്കുകയില്ല. സ്വത്രം അതിന്റെ ബോണറ്റൊക്കെ പൊക്കി ഒരു ഇതൊക്കെ കൂട്ടിമുട്ടിച്ച് 5-6 പേരെ വിളിച്ച് തള്ളി വണ്ടി സാധാക്കി വീട്ടിൽ കൊണ്ടുപോകും. ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഡ്രൈവിംഗ് പഠിച്ചാൽ വണ്ടി കേടായാൽ അവിടെ കിടക്കും. കാരണം ബോണറ്റ് പൊക്കുന്ന സ്വിച്ച് അവിടെ നിന്ന് ഇതുവരെ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വളയം. പിന്നെ ക്ലച്ചും ബ്രേക്കും ഒക്കെ ആരുടെ കാലയിലാ? ഇത് വല്ല കൊച്ചു ഉപദേശിമാരുടെ പുറകെ നടന്ന് ഞങ്ങളുടെ ഉപദേശിക്കല്ല എങ്ങനെ നിൽക്കും? പുറം ചകിരി കൊണ്ട് ഉരുങ്ങണം, ഭാരം ചെരുപ്പ് തേച്ചു കൊടുക്കണം, കൈക്ക് വെള്ളം ഒഴിക്കണം, ഇല കൊണ്ട് കളയണം, രാത്രി കിടക്കുമ്പോൾ മസാജ് ചെയ്യണം. അതിൻ്റെയൊക്കെ ഗുണമേ ഉള്ളെന്ന സ്വത്രം. അതുകൊണ്ടെന്താ? സഭ കൊണ്ടു നടക്കാൻ അറിയാം. അങ്ങനെ പുറകെ നടന്ന സഭാചാരി പഠിക്കണം, സഭ കൊണ്ടു നടക്കാൻ അറിയാം. അതെന്റെ കാര്യം. അപ്പോ ഞങ്ങൾ അക്കരെ കയറിട്ട് അപ്പൊ ഊരിക്ക് ചെന്നപ്പം കാച്ചിലൊക്കെ തിന്നിങ്ങനെ പോവാൻ നേരത്ത് അമ്മാമെതിരെ വരിക വെള്ളം കൊണ്ട്. ഇവിടെ പോവാടാ? അക്കരയ്ക്ക് പോവാ. ഒന്ന് വെള്ളിയാഴ്ചയാണല്ലോ. ഉപദേശം മിണ്ടുന്നില്ല, പുള്ളിക്കാരത്തേക്ക് ഇഷ്ടമില്ല. ഇത് ഞങ്ങള് പോകുന്ന നേരത്ത് പുറകെ എപ്പോ നോക്കിയാലും അക്കരയ്ക്ക് പുഴ കടക്കട, അക്കരയ്ക്ക് പോവാ. ഇങ്ങനെങ്ങാനും മേലോട്ട് പോകുമ്പോ നീ ആ പുതപ്പ് എടുത്തോട്ടോ, കാരണം ഇക്കരയ്ക്ക് പോകണമെങ്കിൽ പുതപ്പ്. ഞാൻ ചോദിച്ചു, അമ്മമ്മ ഏതാണ്ട് പറയണ്ടല്ലോ, എന്നാ പറ്റി? നീഞ്ഞിട്ട് പോരെ, അത് ലോത്തിന്റെ ഭാര്യ, ഇങ്ങോട്ട് പോരെ എന്നോട്. എന്നാ പറ്റി? 2 ആഴ്ചയായി റേഷൻ കട തുണി വന്നിട്ട് മേടിച്ചു കൊടുത്തില്ല. ചട്ടയും മുണ്ടിന്റെ തുണി അന്ന് എവിടാ വരുന്നേ? റേഷൻ കടയില്ല. പിള്ളേർ വല്ലതും ഉണ്ടോ? പറഞ്ഞു കൊടുത്തേക്കണം. ആനെ പിടിച്ചാ പോരിയല്ല, അത്ര ഉറപ്പല്ലച്ചാ. മേടിച്ചു കൊടുക്കാത്തന്നെ കെറുവാ. ഞാൻ പറഞ്ഞു മേടിച്ചു കൊടുക്കാത്തന്നെ, അതിന് കാശ് കിട്ടണ്ടേ? ഈച്ച വെട്ടാൻ പോയി അതിന്റെ കാശ് കിട്ടണ്ടേ? നീ ഇങ്ങോട്ട് വാങ്ങോ. അങ്ങനെ അക്കരെ കടന്നു ഒരു വീട്ടിൽ ചെന്നു. 2 ഏക്കർ 47 സെന്റുള്ള ഒരു വീട്ടിനകത്ത് കിടക്കുന്നത് 1 ഹെക്ടറാ കൃഷിഭൂമി കർഷകന് EMSന്റെ നിയമം വന്നപ്പോ. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മൊത്തം ഏത്തവാഴ കൃഷിയാ. വേറെ കാശ് ചെല്ലുമ്പോ തന്നെ ഏത്തപ്പഴം പുഴുങ്ങിയത്.
കറിക്ക് ഏത്തക്കായയുടെ മോരുകറി, കൂമ്പിന്റെ തോരൻ, തൂശനില അത്, പിന്നെ പിണ്ടി, നേരം വെളുത്ത് 2 പച്ചക്കായ 2 പടല സഞ്ചിക്കത്തിട്ട് 20 രൂപയും കൊടുക്കും. മതിയല്ലോ അന്ന് 20 രൂപ. അപ്പോ ഞങ്ങൾ കിടക്കുക, പ്ലാസ്റ്റിക്കിന്റെ കട്ടില കേട്ടോ, നടുക്ക് കുഴിഞ്ഞു പോയി. അന്നത്തെ എല്ലാ കട്ടില പ്ലാസ്റ്റിക് കുഴിഞ്ഞു. അപ്പോ ഞാൻ ഇങ്ങനെ കിടക്കുന്നു, ഉപദേശി ഇങ്ങനെ കിടക്കുന്നു, നടുക്കൊരു പർഗട്ടോറി ബസ്ഫൂർഖാന കണക്കെ ഒരു വിടവും കിടക്കുക. പുള്ളി തലയൊക്കെ കെട്ടിയാ കിടക്കുന്നത്. അവർ ഈച്ചയും പാറ്റയൊക്കെ കയറാതിരിക്കാൻ വേണ്ടി. ഞാനും അങ്ങനെ പണ്ട് കിടന്ന് പുള്ളിയുടെ കൂടെ കിടന്ന് ഇരിക്കാൻ സ്വഭാവം ഉണ്ടായി. ഞാനും തല കെട്ടി കിടക്കും. ഒരു ദിവസം വീട്ടിൽ എഴുന്നേറ്റ് തല കെട്ടി കിടന്ന് മൂത്രമൊക്കെ എഴുന്നേറ്റപ്പോൾ രാത്രി ലൈറ്റ് ഇട്ടിച്ച് നോക്കിയപ്പോൾ കണ്ണാടി രൂപ ലാസറും നിൽക്കുന്ന പോലെ ഒരാൾ നിൽക്കുന്നു. പേടിച്ചു പോയി. അന്നേരം മനസ്സിലായത്. അന്നാ ഞാൻ നിർത്തിയത്. അപ്പൊ ഞാൻ അതിനെ കിടന്നുറങ്ങി. ഒരു 3-3:30 ആയിപ്പം ഞാനിങ്ങനെ ചിരിഞ്ഞപ്പം ഉപദേശിയെ കാണാനില്ല. അപ്പൊ അന്നൊക്കെ എന്ന് പറഞ്ഞ ഉപദേശി പക്വതി ജീവിക്കുന്ന കാലമാണ്. ഉപദേശി ഇങ്ങനെ വഴക്കൊക്കെ പറയുമെങ്കിലും ദൈവത്തെ പോലെയാണ് കേട്ടോ ഞങ്ങൾക്കൊക്കെ. കാണാനില്ല. അപ്പൊ ഞാൻ ഈ കുഴിയിലോട്ട് കൈയിട്ട് താഴെങ്ങാനും പോയെന്ന് വെച്ചാൽ താഴെ ഇല്ല. കുഞ്ഞു മനസ്സല്ലേ, 17 വയസ്സുള്ളൂ. ഞാൻ പറഞ്ഞു, ചോദിച്ചപ്പച്ച അമ്മമ്മ പറയുകയും ചെയ്തു, ഇങ്ങേര് മേളിലോട്ട് പോകുമ്പം പുതപ്പ് എടുത്തോളൂ. പുതപ്പ് തപ്പി പുതപ്പ് കാണാൻ എനിക്ക് അങ്ങനെ സങ്കടം. ഇങ്ങനെ അപ്പച്ചൻ എന്തായാലും സ്വർഗത്തിൽ പോയി, എനിക്ക് അങ്ങ് പോകാൻ പറ്റിയില്ലോ. ദൈവം ഭയങ്കര. ഞാനിങ്ങനെ വിതുമ്പിരിക്കുമ്പം ചാരി ഇരിക്കുക, ഭിത്തിയല്ല മനുഷ്യൻ പ്രാർത്ഥിക്കുക. കേട്ടോളം കേട്ടോ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പറ്റില്ല എന്ന്. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചു, എത്ര നാളെന്നും പറഞ്ഞാ ഈ വീട്ടിൽ കയറി നടക്കണത്. 20 രൂപ കിട്ടും. കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് 2 കെട്ട് ഈറ്റയാണ് കിട്ടിയത്. ബാംബു കോർപ്പറേഷനിൽ കൊണ്ടു കൊടുത്തിട്ട് അവിടെ ബാംബു കോർപ്പറേഷൻ സമരം, പൈസ കിട്ടിയിട്ടില്ല. അവളാണെങ്കിൽ തുണിയെടുത്ത് കൊടുക്കാത്തോണ്ട് ഈ ചെക്കനോട് ഏതാണ്ടൊക്കെ എന്ന് വിളിച്ചു. ഒരു ഗുരുത്തം കെട്ടവനെ എൻ്റെ കൂടെ വിട്ടിട്ടില്ലേ ഞാനാണ്. അവൻ ചെക്ക് പോസ്റ്റിന്റെ അവിടെ കൃഷ്ണന്റെ കടയിൽ ചായ കുടിച്ചത് 47 രൂപ. 3 നേരം പുട്ട് എൻ്റെ തീറ്റ. സത്യമാ. ഞാൻ രാവിലെ 2 കഷ്ണം പുട്ട്, കറിയില്ല. ഉച്ചയ്ക്ക് വിസിറ്റിംഗ് എല്ലാം കഴിഞ്ഞിരുമ്പം പിള്ളേരുടെ പാൻറ് പോലെ അറ്റം ഉണങ്ങിയ പുട്ടിരിക്കും. അത് ഉച്ചയ്ക്ക് എനിക്ക് പുള്ളിക്ക് ചോറ് പറയും. 3 നേരം എൻ്റെ പുട്ട് തീറ്റ. കഴിഞ്ഞ ആഴ്ചയിൽ ആരാധന കഴിഞ്ഞ ബസ്സേ കയറിയപ്പം, കോൺകോട് ബസ്സേ കയറിയപ്പം ഡ്രൈവറോട് കൃഷ്ണൻ പറഞ്ഞു, വണ്ടി നിർത്ത്, ഉപദേശി അവിടെ ഉണ്ടോ? ഉണ്ട് ബസ്സിൽ. ഉപദേശി ആ ചെക്കൻ്റെ പറ്റ 47 തരാമെങ്കിൽ ഓല കെട്ടി മേയായിരുന്നു. നാണം കെട്ടുപോയില്ലേ ഞാൻ. ഇതാണോ സുവിശേഷ വേല? ആകാശത്തിന്റെ ഒരറ്റത്തിരുന്ന് ഇങ്ങനെ എന്നെ കൊണ്ട് ഈ കളരപ്രമാണി പോലും മേടിക്കാൻ കാശില്ലാതെ എന്തുട്ടു സുവിശേഷ വേലയാണ്. ഞാൻ ആദ്യം വിചാരിച്ചു ഉറക്കപ്പിച്ച് പറയുന്നതായിരിക്കും. ഒറ്റ രോമം അദ്ദേഹത്തിന്റെ കറുത്തതില്ല, എല്ലാം വെളുത്ത് അപ്പൂപ്പം പ്രായം. കുറെ കഴിഞ്ഞപ്പോ ഒരു ശബ്ദം കേൾക്കാം, കരയുന്നത്. ഞാൻ ചെയ്യോട്ടം പിടിച്ചു. എന്നിട്ട് പറയാ, അപ്പാ ഞാനൊരു പൊട്ടന, അപ്പാ ഞാനിവനെ കൊണ്ട് നടന്നോളാം, അപ്പാ അടുത്ത ആഴ്ചയിലും ഞാൻ ഇറവെട്ടാൻ പൊക്കോളാം, എന്നാ പറഞ്ഞാലും കാശ് കിട്ടുമ്പോൾ ഞാനതൊക്കെ ചെയ്തോളാം. എൻ്റെ വിഷമം കൊണ്ടും സങ്കടം കൊണ്ടൊക്കെ പറയുന്നത് അങ്ങ് പുറത്തേര്. അപ്പാ അപ്പാ എന്ന് വിളിക്കുകയും ഓരോന്നിന് ക്ഷമ ചോദിക്കുകയും യഥാസ്ഥാനപ്പെടുകയും ചെയ്യുന്ന കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുക. സ്തോത്രം. ആ സഭ അദ്ദേഹം എന്നെ ഏൽപ്പിച്ചിട്ട് കുറെ കാലം കഴിഞ്ഞ് നിത്യത്തിലേക്ക് പോയി. വലിയ പരിജ്ഞാനമൊന്നും അന്നും ഇന്നും എനിക്കൊന്നും തോന്നുന്നില്ല. കുറച്ച് കാലങ്ങൾ കൊണ്ടുണ്ടായി ആടി ഉലയുന്ന പ്രശ്നങ്ങൾ, ജീവിതത്തിന്റെ കയറ്റം കയറാനും വിഷമിച്ച ഒത്തിരി ദുർഘട വീടുകൾ, എങ്ങനെ ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ ഞാൻ അന്നും ഇന്നും ചെയ്യുന്നൊരു കാര്യം എന്നാന്നറിയാമോ? എൻ്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് ഞാൻ കയറും. ഒരു വാചകവും അധികം പുറത്തു വരില്ല.
എൻ്റെ പാസ്റ്റർ എന്നെ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്, അപ്പാ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന. ദീർഘശ്വാസം വിടുന്ന പോലെ എല്ലാ സങ്കടങ്ങളും അകത്ത് വെച്ചിട്ട് ശാന്തമായ ഒരു 10 പ്രാവശ്യം ഞാൻ അപ്പച്ചാന്ന് വിളിക്കുമ്പോൾ മഞ്ഞുരുകുന്നത് പോലെ എന്റെ പ്രശ്നങ്ങൾ ഉരുകിപ്പോകുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, വിളിക്കാനൊരു അപ്പനുണ്ടല്ലോ നമുക്ക്. എൻ്റെ കുടുംബം നോക്കിയിട്ടുള്ള ആളല്ല എൻ്റെ അപ്പൻ, അറിയാം. പക്ഷേ 15-ാമത്തെ വയസ്സിൽ കണ്ടുകിട്ടിയ ഈ അപ്പൻ 57-ാമത്തെ വയസ്സ് വന്നിട്ടും ഇന്നുവരെ അപ്പാ എന്ന് വിളിച്ചിട്ട് വിളി കേൾക്കാത്ത ഒറ്റ ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിട്ടില്ല. നമുക്കൊന്ന് എഴുന്നേൽക്കാം ദൈവത്തിന്റെ സന്നിധി. എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ചാൽ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾ മനസ്സ് തുറന്ന് വിളിച്ചു നോക്കിക്കേ അപ്പച്ചാന്ന്. ആർട്ടിഫിഷ്യലായ എല്ലാ വാക്കുകളൊന്നും ഉപേക്ഷിച്ച് നോക്കിക്കേ. എന്റെ അപ്പന്റെ അടുക്കൽ ഞാൻ ചെന്ന് എന്തിനാ വേണ്ടാത്ത വാക്കൊക്കെ വിളിക്കുന്നത്? അപ്പനും ഞാനും തമ്മിൽ ദൃഢമായൊരു ബന്ധം മുറുകിയിട്ടുണ്ടെങ്കിൽ അപ്പാന്ന് വിളിക്കാൻ ഞാൻ എന്തിനാ മടിക്കുന്നേ? ലോകത്തിലുള്ള പല അപ്പന്മാരെയും അപ്പന്മാരാണെന്ന് പറയാൻ നമുക്ക് തോന്നത്തില്ലായിരിക്കും. എന്നാൽ സൽഗുണപൂർണനായ ദൈവം നിന്റെ അപ്പനാണെന്ന് പറയുമ്പോൾ വാ തുറന്ന് അധരം തുറന്ന് എത്ര സങ്കടമുണ്ടെങ്കിലും നെഞ്ചിൽ കൈവച്ച ഉറക്കപ്പുറ അപ്പാ എന്നൊന്ന് വിളിച്ചാൽ ഒന്ന് വിളിച്ചു നോക്കിക്കേ ദൈവമക്കളെ. ആവശ്യമൊന്നും പറയണ്ടെന്നേ. എന്റെ കുഞ്ഞ് എന്റെ അടുത്ത് മിണ്ടാതെ കുറച്ചു നേരം നിന്നാൽ ഞാൻ മനസ്സിലാക്കും അവൾക്ക് എന്തോ എന്നോട് പറയാനുണ്ടെന്ന്. ഒന്നും പറയാതെ അവൾ കരഞ്ഞാൽ എന്റെ എല്ലാ എഴുത്തുകുത്തും ഞാൻ നിർത്തിവെച്ച് അതിൽ ഇടപെടും. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകലിൽ എത്ര പേർക്ക് ദൈവത്തിന് മുമ്പിൽ അപ്പാ എത്ര വലിയ സങ്കടം ഉണ്ടായിക്കോട്ടെ, എത്ര വലിയ പ്രശ്നം ഉണ്ടായിക്കോട്ടെ, അപ്പാ എന്ന് വിളിക്കുക. ഒരു ആത്മബന്ധമുള്ളവർ അങ്ങനെ ഒന്ന് വിളിച്ചാൽ പ്രശ്നങ്ങൾ തീരും എന്ന് ഞാൻ ഉറപ്പായിട്ട് പറയും. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. ഐതൽ പ്രായം ഇതൊരു സത്യമാണോ പ്രിയപ്പെട്ടവരെ? പൈതൽ പ്രായം മുതൽ രണ്ട് കരവും നെഞ്ചത്തോട് പിടിച്ച്, രണ്ട് കൈയും നെഞ്ചത്തോട് ചേർത്ത് പിടിച്ച് പുലർത്തിയ ദൈവം മതി. ആ പാട്ട് അവര് പാടും പറയും. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു നിർത്തുക. അതിനു മുമ്പ് ആ രണ്ട് കൈയും നെഞ്ചത്തോട് പിടിച്ചിട്ട് പറ, പൈതൽ പ്രായം മുതൽ ഇതുവരെ പോറ്റിയ ദൈവം മതി എനിക്ക്. ഞാൻ എൻ്റെ ആർട്ടിഫിഷ്യലായ വാക്കൊക്കെ ഒന്ന് മാറ്റിവെച്ചു. എൻ്റെ പരസ്യമായ പ്രാർത്ഥന എന്ത് പറഞ്ഞോ, ഇന്ന് മുതൽ രഹസ്യ പ്രാർത്ഥനയിൽ അപ്പാന്നല്ലാതെ ഞാൻ ദൈവത്തെ വിളിക്കത്തില്ല എന്നൊരു തീരുമാനം നമുക്കെടുക്കാം. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? യേശുപ്പച്ച, സ്വർഗീയപ്പച്ച, അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ ഒരു ശീലം ഞങ്ങൾക്ക് തരണേ കർത്താവ്. ഒരു ബന്ധത്തിലേക്ക്, ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണേ കർത്താവ്. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ.